ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ, നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മുറിയിലൊക്കെ വെച്ചൊക്കെ ആയിരിക്കും, ചിലപ്പോൾ യാത്രാമധ്യേ ആയിരിക്കും. എന്തായാലും നമ്മളൊക്കെ പോയി കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ വീടായിരിക്കാം, ഹോസ്റ്റലായിരിക്കാം, നമ്മൾ താമസിക്കുന്ന ഇടം എന്ത് തന്നെ ആവട്ടെ, എവിടെ ആവട്ടെ, ഒരു കുഞ്ഞു വീടായിരിക്കും, ഒരു വലിയ വീടായിരിക്കാം, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട്, ഇല്ലെങ്കിൽ ഈ സ്ഥലത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. എല്ലാ ദിവസവും ഇങ്ങനെ ഗുഡ് നൈറ്റ് ടോക്ക് ഒക്കെ കേൾക്കുമ്പോൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മാത്രമല്ല സമാധാനം, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തും എനിക്ക് സമാധാനം വേണം. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേന് ഭയങ്കര അസ്വസ്ഥതയാണ്. ചിലപ്പോൾ അവിടുത്തെ ചില സാഹചര്യങ്ങൾ കാരണമായിരിക്കാം, ചിലപ്പോൾ അവിടെ വെച്ചുണ്ടായ ചില വേദനകൾ കാരണമായിരിക്കാം. ഇന്നാളെ കണ്ട ഒരു എൻ്റെ എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു ഒരു കൊച്ച് ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. സ്ഥലത്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ വീടാണ്. ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ഒരു പർട്ടിക്കുലർ മുറിയിലേക്ക് കയറുമ്പോഴത്തേനും ആ കുഞ്ഞിന് ഭയങ്കര പേടിയും വിഷമമൊക്കെയാണ്. അപ്പോൾ പേരൻസൊക്കെ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാനൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി. ഞാനിങ്ങനെ ഒരു ഒരു കാഷ്വൽ കോൺവെർസേഷൻ ആണ്. അപ്പോൾ കൊച്ചോട് ചോദിച്ചു, ഈ മുറിയിൽ വെച്ച് എന്നെ സംഭവിച്ചു, ഈ മുറിയിൽ വെച്ച് എന്നെ സംഭവിച്ചു, വളരെ കുഞ്ഞു കാര്യമാണെന്ന് വിചാരിക്കാം, പക്ഷെ ആ മുറിയിൽ വെച്ചാണ് ഈ കൊച്ച് എൻ്റെ കൂട്ടുകാരൻ പേടിപ്പിച്ചതാണ്. വെറുതെ വന്നിട്ട് പേടിപ്പിച്ചു വെച്ചാൽ അങ്ങോട്ട് എങ്ങോട്ട് ജനലിൽ കൂടെ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കൂടെ പോകുന്ന എന്നെ നോക്കിയാന്ന് അറിയത്തില്ല, വല്ല പട്ടിക്കുഞ്ഞും അതിൽ കൂടെ ഓടി നടക്കുന്ന നോക്കിയായിരിക്കും. ഈ കൊച്ച് ജനലിൽ കൂടെ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്നിട്ട് കൂട്ടുകാരൻ, അയൽപ്പക്കത്തെ വീട്ടിലെ കൂട്ടുകാരൻ വന്നിട്ട് പുറകിൽ നിന്ന് പിടിച്ചു ഒറ്റ തള്ളു. തള്ളി വെച്ചാൽ ഉന്തിയിടാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ തോളെ പിടിച്ചു ഒറ്റ കുലുക്കൽ. പെട്ടെന്ന് ഈ കൊച്ച് ഞെട്ടിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചാണ്, അന്ന അങ്ങനെ വല്ല എന്തെങ്കിലുമൊക്കെ സങ്കടം ഈ മുറിയിൽ വെച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ കൊച്ചു തന്നെ ഓർത്തെടുത്തതാണ്, അച്ചോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയില്ല, ഒരു പക്ഷേ ഈ കൊച്ചിന് പേടി, ആ മുറിയിലോട്ട് കയറുമ്പോൾ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണം അന്ന് അങ്ങനെ അങ്ങനെ പേടിപ്പിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല. റീസൺ എന്തെങ്കിലും ആവട്ടെ, ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തേ ഇത്രേ ഉള്ളൂ, ആ മുറിയിൽ തന്നെ പോയിരുന്നു വചനം വായിച്ചോളാൻ പറഞ്ഞു. കുറച്ച് നാളുകളായിട്ടോ ഇത് സംഭവിച്ചിട്ട്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പും അപ്ഡേറ്റും ഒന്നും എനിക്ക് വന്നിട്ടില്ല, എന്നാ പിന്നീട് സംഭവിച്ചതെന്ന്. നല്ലത് പ്രതീക്ഷിക്കുന്നു, കാരണം അവർ പിന്നെ തിരിച്ചു വന്നില്ല, എനിക്ക് തോന്നുന്നു ഒരു ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും ചില ആളുകൾക്കുണ്ട് ഇങ്ങനെ, അവർ കിടക്കുന്ന ഹോസ്റ്റൽ മുറി, ഇല്ലെങ്കിൽ ഹോസ്റ്റലിനെ കുറിച്ചുള്ള പേടി, വീടിനെ കുറിച്ചുള്ള പേടി, താമസിക്കുന്ന ഇടങ്ങളെക്കുറിച്ചൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉള്ളൊരു പേടി. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം, നമ്മളായിരിക്കുന്ന ഭവനത്തെ കർത്താവിന് സമർപ്പിച്ചാൽ ആ ഭവനത്തെ പിന്നെ നോക്കി നടത്തുന്നത് കർത്താവാണ്. കിട്ടുന്നുണ്ടോ? നമുക്ക് പേടിയുണ്ട് ചിലപ്പോൾ ആ വീട്ടിൽ പോകാൻ, ഇല്ലെങ്കിൽ ഈ മുറി കിടക്കാൻ, ഈ വീട്ടിലോട്ട് പോയി ഈ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള പേടി. ആ പേടിയുള്ള സ്ഥലത്തെ, അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യത്തെ ഈശോയുടെ കയ്യിലോട്ട് സമർപ്പിക്കുക. ആ സ്ഥലത്തെ, ആ മുറിയെ, ആ ഇടത്തെ പിന്നെ കർത്താവ് എടുത്ത് നടത്തിക്കോളും, കർത്താവ് നോക്കിക്കോളും, കർത്താവ് കെയർ ചെയ്തോളും, കർത്താവ് ഇൻചാർജായിട്ട് അവിടെ അധികാരം ഏറ്റെടുത്തോളും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഉള്ളിലോട്ട് വരേണ്ട ഒരു വിശ്വാസമാണിത്. ഈ സ്ഥലത്തെ ആര് നോക്കുന്നു? കർത്താവ് നോക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ലോങ് ഇൻട്രൊഡക്ഷൻ തന്നു എന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു വചനം പറയാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പലരും ഇങ്ങനെ ഇങ്ങനെ എഴുതിയൊക്കെ ഇടാറില്ലേ, വചനമൊക്കെ എഴുതി വെക്കാറില്ലേ, ഭിത്തിയിലൊക്കെ എഴുതി ഒട്ടിക്കാറുണ്ട്. നിങ്ങളങ്ങനെ എഴുതി ഒട്ടിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ, എഴുതി വെക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരു നല്ല വചനം ഇന്ന് രാത്രി പറഞ്ഞു തരാൻ പോവാണ്. പഴയ നിയമത്തിൽ മക്കബാരുടെ 2-ാമത്തെ പുസ്തകം എടുക്കണം, അതിൻ്റെ 3-ാമത്തെ അധ്യായം 39-ാം വാക്യം. 2 Maccabees chapter 3 verse 39. അത് ദേവാലയത്തെക്കുറിച്ചും പിന്നെ ആ രാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ളൊരു വചനമാണ്. ദേവാലയത്തിലാണ്, പ്രത്യേകിച്ച് ദേവാലയത്തിലുള്ള ഒരു സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പം നമുക്ക് നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം അതും ഒരു മിനി ദേവാലയമാണല്ലോ. കാരണം ആരുണ്ട് അവിടെ? ഈശോയുടെ സാന്നിധ്യം അവിടെയുണ്ട്. മിനി ദേവാലയം എന്ന് പറയാൻ പാടില്ല അല്ലേ, ശരിക്കും കർത്താവിൻ്റെ ആലയമല്ലേ അത്, നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഈശോയ്ക്ക് അത് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യമുള്ള ആ സ്ഥലം നമുക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ അതിന് പറയാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ, എഴുതി വെക്കാൻ ഒരു നല്ല വചനമാണ് 2 മക്കബായർ 3:39. അടയാളപ്പെടുത്തി ഇടണം, പഠിക്കണം. വചനം ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. പെട്ടെന്ന് പഠിച്ചെടുക്കണം കേട്ടോ വചനം. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാവേ: സ്വർഗസ്ഥനായ ദൈവമാണ് ഇവിടം കാക്കുന്നതും ഇതിന് സഹായം എത്തിക്കുന്നതും. ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിന്, ഈ വീടിന് സംരക്ഷണം എത്തിക്കുന്നതും അതിനെ കാക്കുന്നതും സഹായിക്കുന്നതും ആരാണ്? ദൈവമാണ്. അടുത്ത വചനം: അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ? വെറുതെ അനാവശ്യമായ ചില ഭയങ്ങളായിരിക്കാം, അസ്വസ്ഥതകളായിരിക്കാം. ഒരുപക്ഷെ ആ വീട്ടിലോ ആ മുറിയിലോ മുറിയിൽ വെച്ചുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു തിക്താനുഭവങ്ങളായിരിക്കാം, ഒരു മുറിവിൻ്റെ ഒരു ഓർമ്മകളായിരിക്കാം, ഒരു കണ്ണുനീരിൻ്റെ അനുഭവങ്ങളായിരിക്കാം. അതൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് മാറാം അല്ലേ? നമ്മുടെ സമാധാനം കെടുത്തുന്ന, ഉറക്കം കളയുന്ന ശത്രുവായിട്ട് മാറാം. ആ ശത്രുവിനെയൊക്കെ പ്രഹരിക്കുന്നത് ആരാണ്? ഈ സ്ഥലത്തെ കാക്കുന്ന, ഇതിന് സഹായം എത്തിക്കുന്ന, ഇതിന് സംരക്ഷണം എത്തിക്കുന്ന നമ്മുടെ ഈശോ. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. 2 മക്കബായർ 3:39. സ്വർഗസ്ഥനായ ദൈവമാണ് ഇവിടം കാക്കുന്നതും ഈ സഹായം എത്തിക്കുന്നതും ഇതിൻ്റെ ശത്രുക്കളെ എല്ലാം ആര് പ്രഹരിക്കുന്നു? കർത്താവ് നല്ല ഇടി കൊടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചുറ്റും വരുന്ന ഇടികളൊന്നും വിഷമിച്ചെന്ന് പേടിച്ച് കിടക്കണ്ട.
നിങ്ങളെ ഇടിക്കാൻ വരുന്ന ശത്രുവിനെ ഇടിക്കാൻ സ്നേഹമുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സംരക്ഷണം നൽകുന്ന അധികാരമുള്ള ഒരു രാജാവ് നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയിൽ ആശ്രയിച്ച് ഇന്ന് ആ ടെൻഷൻ അടിച്ച സ്ഥലത്ത് തന്നെ, ഇന്നൊരു പക്ഷേ കരഞ്ഞുപോയ ആ സ്ഥലത്ത് തന്നെ ശാന്തമായിട്ട് കടന്നുറങ്ങും. ആ സ്ഥലത്തിന് സംരക്ഷണം നൽകുന്ന, നിന്നെ കാക്കുന്ന കർത്താവ് ഇന്ന് നിനക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ കൃപ നൽകട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.